ഇടതു സർക്കാരിന് ഭരണ തുടർച്ച സാധ്യമാക്കുന്നതിൽ മുന്നിൽ നിന്ന വകുപ്പുകളിൽ ഒന്നാണ് ആരോഗ്യവകുപ്പും മന്ത്രി കെ ശൈലജയും. അതേ കെ ശൈലജ MLA ആയിരിക്കുമ്പോഴാണ് അവരെ ഒഴിവാക്കി വിജയം ഉറപ്പിക്കാനായി സമുദായ സമവാക്യത്തിൽ MLA ആയ വീണ ജോർജിനെ മന്ത്രിയാക്കുന്നതും സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി നേരിട്ട് ബന്ധമുള്ള ആരോഗ്യവകുപ്പ് നൽകുന്നതും. പുതിയ ആളുകൾ കടന്നു വരേണ്ടതും കാര്യപ്രാപ്തി തെളിയിക്കാൻ അവസരം നൽകേണ്ടതുമൊക്കെ ഏറ്റവും അനിവാര്യമാണ് താനും. പക്ഷേ ആ പരീക്ഷണം വിജയിച്ചോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നവരിൽ പാർട്ടി നേതാക്കൾ അടക്കമുണ്ട്. പാർട്ടിയുടെ കർശന ചിട്ടവിട്ട് മന്ത്രിക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയവരിൽ ലോക്കൽ കമ്മിറ്റി അംഗവും ഏരിയ കമ്മിറ്റി അംഗവും അടക്കം ഉൾപ്പെടുന്നു എന്നതും പ്രധാനമാണ്. മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണതിനപ്പുറം വിഷയം കൈകാര്യം ചെയ്ത രീതിയാണ് പ്രവർത്തകരുടെ അടക്കം അമർഷത്തിലേക്ക് നയിച്ചത് എന്ന് വേണം കരുതാൻ. തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ചകളും ഇതിലേക്ക് സ്വാഭാവികമായും അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. രാജി ആവശ്യം ശക്തമാക്കി പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷം. രാജി ആവശ്യം പൂർണ്ണമായും തള്ളുകയും മികച്ച മന്ത്രിയാണ് വീണ ജോർജ് എന്ന് ആവർത്തിക്കുകയുമാണ് CPM. ഈ രാജി ആവശ്യം അംഗീകരിക്കേണ്ടതുണ്ടോ എന്നുള്ള വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്.